رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിന്റെ അകപ്പൊരുൾ 10. ജംറത്തുൽ അഖബയിലെ ഏറ് കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിൽ ഇനി ബാക്കിയുള്ളത് അറവ്, മുടികളയൽ, തവാഫ്, സഅയ് എന്നീ കർമ്മങ്ങളാണ്. 5 കർമ്മങ്ങളാണ് പെരുന്നാളിൽ കാര്യമായുള്ളത്. അതിൽ ഒന്ന് ജംറത്തുൽ അഖബയിൽ എറിയലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കിയുള്ളത് ഈ 4 കാര്യങ്ങളാണ്. സമയമില്ല, ഇന്ന് ഒരുപാട് അമലുകൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒന്നാമതായി ജംറത്തുൽ അഖബ ഏറ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അറവ് നടത്തുക എന്നുള്ളതാണ്. ഹദിയ്, ഫിദിയ, ഉദ്ഹിയ്യത്ത് എന്നീ അറവുകളുടെ സമയമാണ് ഇനി. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ക്രമം പാലിക്കൽ സുന്നത്താണ് എന്ന് മാത്രം. ഏതായാലും അറവ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി നമ്മൾ ആളെ ഏൽപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ അറവ് നമ്മൾ പോയി തന്നെ അറുക്കാൻ ഉള്ള അവസരം ഉപയോഗപ്പെടുത്തി അറുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, നമ്മൾ ഇപ്പോൾ ഇബ്ലീസിനെ പ്രതീകാത്മകമായി എറിഞ്ഞ് ആട്ടിയിരിക്കുകയാണ്. പോരാ, അവൻ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനുമായുള്ള ബന്ധം മുഴുവനായി അറുത്തു മുറിച്ചിടണം. മുഴുവനായി അവനുമായുള്ള ബന്ധം അറുത്തു മുറിച്ചിടാനാണ് ഞാൻ അറവ് നടത്തുന്നത് എന്ന ഒരു ആത്മീയ ചിന്തയോടുകൂടെയാണ് അറവിനെ നമ്മൾ സമീപിക്കേണ്ടത്. ഇബ്ലീസിനെ അറുത്തു മുറിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് നല്ല പണി വരും. കാരണം അവൻ പിന്നീട് വരും, നല്ല മോഹങ്ങൾ നമ്മുടെ കൽബിലുണ്ടാക്കും, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും, നമ്മൾ വഴിതെറ്റും. അതിനുള്ളൊരു മാർഗം, മൃഗത്തെ കത്തി കൊണ്ട് അറുക്കുമ്പോൾ ഒരാത്മീയമായ കത്തി നമ്മൾ കൈവശം വെക്കണം. ഏതാണ് ആത്മീയമായ കത്തി? മുഖാലഫത്തു ഷൈത്താൻ, ഷൈത്താനിനോട് എതിരാവുക. ഷൈത്താൻ എന്ത് മോഹങ്ങളുമായി വന്നാലും അവൻ്റെ ആ മോഹങ്ങളോട്, ദുർമോഹങ്ങളോട് എതിര് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആയുധം, അതാണ് നമ്മുടെ കത്തി. അവൻ ഇപ്പോൾ നിസ്കരിക്കണ്ട എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഇപ്പം തന്നെ നിസ്കരിക്കും, ഈ ജമാഅത്തിന് പള്ളിയിൽ പോകേണ്ട, വീട്ടിൽ നിന്ന് നിസ്കരിക്കാം എന്ന് പറയുമ്പോൾ അവനോട് എതിരാവണം. ഞാൻ എന്തായാലും ജമാഅത്തിന് പള്ളിക്ക് തന്നെ പോകും. അങ്ങനെ ശൈത്താനോട് എതിരാവുക എന്നതാണ് അവനെ അറുത്തു മുറിച്ചിടാനുള്ള കത്തി. നമ്മൾ മൃഗത്തെ അറുക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നതോടുകൂടെ ആത്മീയമായ ആ കത്തി ഉപയോഗിച്ച് അവനുമായുള്ള ബന്ധവും നമ്മൾ അറുത്തു മുറിച്ചിടുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനിയുള്ളത് മുടി കളയുക എന്നുള്ളതാണ് സുന്നത്തായ തർത്തീബ്. മുടി കളയുമ്പോൾ ബാർബർ നമ്മുടെ തലയിലൂടെ ആ കത്തിങ്ങനെ നടത്തുമ്പോൾ തലയിലുള്ള മുടി നമ്മുടെ മടിയിലേക്കും നമ്മുടെ മുന്നിലേക്കും നമ്മുടെ സൈഡിലേക്കും ഒക്കെ അങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ മുടികൾ നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, അള്ളാഹുവെ, അറഫയിൽ നിന്ന് തൗബ ചെയ്ത് കൽബ് കഴുകിയെടുത്തു, മുസ്ദലിഫയിൽ വെച്ച് അള്ളാഹുവിലേക്ക് അടുത്തു, ഏറ് നടത്തി പരിപൂർണമായും ശൈത്താൻ അകറ്റി, പടച്ചവനെ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും ഇതാ എന്നെ തൊട്ട് വേർപിരിഞ്ഞിരിക്കുന്നു. എൻ്റെ തലയിൽ നിന്ന് മുടികൾ കൊഴിഞ്ഞു പോയതുപോലെ ഇതാ ഈ പാപങ്ങളും എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. ഇനി ഒരിക്കലും എൻ്റെ തലയിൽ നിന്ന് ഈ വടിച്ചിട്ട ഈ മുടി എൻ്റെ തലയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ, ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്നതുപോലെ ഞാൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും ഇനി എന്നിലേക്ക് മടങ്ങി വരൂല, മടങ്ങി വരാൻ പാടില്ല, സമ്മതിക്കൂല എന്നൊരു ദൃഢപ്രതിജ്ഞ അവിടെ നിന്ന് നമ്മൾ എടുക്കണം. അപ്പൊ രണ്ടാമത്തത് നമ്മൾ കൊണ്ടുവരേണ്ട ചിന്ത, ഈ മുടി കളയുന്ന സമയത്ത് പൂർണ്ണമായും തെറ്റുകളും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. ഞാനും എൻ്റെ റബ്ബുമായാണ് ഇനി എൻ്റെ ബന്ധമുള്ളത്. ആ ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന തെറ്റുകൾക്ക് ഇനി എൻ്റെ കൽബിൽ സ്ഥാനമില്ല. ഈ മുടി വടിച്ചു കളഞ്ഞതുപോലെ ഞാൻ ആ തെറ്റുകളെയും ഇതാ വടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നൊരു ദൃഢപ്രതിജ്ഞയാണ് ഹജ്ജിലെ മുടി കളയൽ. ഇനി അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി, ബാത്റൂം സൗകര്യങ്ങൾ, അവിടെയുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുളിച്ച് വൃത്തിയായി, പിന്നെ കാരണം ഏറും മുടി കളയലും കഴിഞ്ഞതുകൊണ്ട് ഒന്നാമത്തെ തഹല്ലുലായി. ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഇഹ്റാമിൻ്റെ വേഷമൊക്കെ മാറ്റി നല്ല വസ്ത്രം ധരിച്ച്, പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് തവാഫിന് വേണ്ടി ഒരുങ്ങാം.
തവാഫിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തേക്ക് നമ്മൾ വരുന്നത് ഹജ്ജിന്റെ നിർബന്ധമായ തവാഫിന് വേണ്ടിയാണ്. നമ്മുടെ ഹജ്ജിന്റെ ഭാഗമായ തവാഫിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക, അള്ളാഹു നിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നേക്കാം, നിന്റെ കൽബുകളൊക്കെ അള്ളാഹു ശുദ്ധിയായേക്കാം, പക്ഷേ നിന്നെ തെറ്റുകളിൽ നിന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഇനി അള്ളാഹുവിന്റെ റിള നീ നേടിയെടുക്കണം. ഈ തവാഫ് കൊണ്ട്, വദാഇന്റെ തവാഫ് കൊണ്ട് ഇനി നീ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ നിന്റെ തൃപ്തി കൊണ്ട് എന്നെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ റിള കൊണ്ടുകൂടി എന്നെ നീ അനുഗ്രഹിക്കണേ. നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, നീ എൻ്റെ കൽബ് ശുദ്ധിയാക്കുന്നവനാണ്, അതിൻ്റെ അമലുകളിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നു. പടച്ചവനെ, ഈ തവാഫ് കൊണ്ട് നിന്റെ തൃപ്തി, അതാണ് ഏതൊരാളുടെയും ലക്ഷ്യം. ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവെ, ഈ തവാഫ് കൊണ്ട് നിന്റെ തൃപ്തി തരണേ എന്ന ചിന്ത നമ്മൾ കൊണ്ടുവരിക. അതോടൊപ്പം തവാഫുമായി ബന്ധപ്പെട്ട അകപ്പൊരുളിൻ്റെ കാസ് കൂടെ കേട്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യുമ്പോൾ ഞാൻ റഹ്മാനായ റബ്ബിൻ്റെ അർശിനെയാണ് തവാഫ് ചുറ്റുന്നത് എന്ന ചിന്തയോടുകൂടെ, വലിയ അദബോടുകൂടെ, അള്ളാഹുവിൻ്റെ വളരെ പാവപ്പെട്ട ആ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണ്, ഏറ്റവും അക്രമി ഞാനാണെന്ന ചിന്തയോടുകൂടെ, താഴ്മയോടുകൂടെ തവാഫ് പൂർത്തിയാക്കുക. നാലാമതായി ഇനി സഅയാണ് ചെയ്യാനുള്ളത്. സഫയിൽ പോയി നമ്മൾ സഅയ് ചെയ്യുന്നു. ആ സഅയ് ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ സഫാ മർവക്കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത്, നാളെ ഖിയാമത്ത് നാളിൽ നഗ്നപാതനായി, ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ നഗ്നനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട്, നരകത്തിൽ നിന്നുള്ള മോചനവും പ്രതീക്ഷിച്ച് ഖിയാമത്ത് നാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ നടത്തമായിരിക്കണം സഅയ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. സഅയിനെ കുറിച്ച് മുമ്പൊരു അകപ്പൊരുൾ ക്ലാസ് നടന്നിട്ടുണ്ട്. അതും കൂടെ കേട്ടാൽ അൽഹംദുലില്ലാഹ് വളരെ എളുപ്പമായി മാറും. അള്ളാഹു എല്ലാ ഇബാദത്തുകളും ആത്മീയമായും മതപരമായുമുള്ള എല്ലാ നിബന്ധനകളും ഒത്ത ഹജ്ജിൻ്റെ അമാലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ഇനിയും ദുആയിൽ ഉൾപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ദുനിയാവിനേക്കാളും വലിയ ആഖിറം അള്ളാഹു നമുക്ക് നല്ല അവൻ്റെ പൊരുത്തമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.